പുതിയ ചലച്ചിത്ര വിപണിയുടെ നട്ടെല്ലാണ് സാറ്റലൈറ്റ് റൈറ്റ്സ്. നമ്മുടെ തിയേറ്ററിൽ കാണിക്കുന്ന സിനിമകൾ ടി വിയിൽ കാണിക്കുന്നതിനുള്ള അവകാശത്തിനാണ് സാറ്റലൈറ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാം നിര നായകരുടെ ചലച്ചിത്രങ്ങൾക്ക് പോലും ഇന്ന് കോടിക്കണക്കിന് രൂപ സാറ്റലൈറ്റ് റൈറ്റ്സായി നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നു. ഞങ്ങളൊക്കെ സിനിമകൾ ആദ്യ സമയങ്ങളിൽ കൊടുത്തിരുന്നത് ഒരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്കാണ് സാറ്റലൈറ്റിൻ്റെ റൈറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ ഒരു പടം നിർമ്മാണം തുടങ്ങി ഏത് ഘട്ടത്തിലാണെങ്കിലും ചിലപ്പോൾ ഫ്ലോപ്സ് വരാം, സക്സസ് കഴിഞ്ഞതിന് ശേഷം ഫ്ലോപ്സ് വരാം, ഇല്ല അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു മരണം സംഭവിക്കാം. അവരുടെ കുടുംബത്തിന് ആ റൈറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊരു കാലത്ത് ഒരു പ്രൊഡ്യൂസറിൻ്റെ കുടുംബത്തിന് ആയിട്ട് വരുന്ന ഇതിൽ നിന്ന് ആ 15 വർഷത്തിന് ശേഷമോ 10 വർഷത്തിന് ശേഷമോ കൊടുക്കുന്ന റൈറ്റ്സ് അടുത്ത 15 വർഷത്തേക്ക് കൊടുക്കുമ്പോൾ അത് കിട്ടുന്ന എമൗണ്ട് ആ കുടുംബത്തിന് ഉപകാരപ്രദമായിട്ട് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാന്തരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റൈറ്റ്സ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് മാറി എഴുതപ്പെട്ടു. അതായത് തീരാധാരം നടത്തുന്ന പ്രക്രിയയിൽ ഇത് എഴുതത്തള്ളപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു റൈറ്റ്സ് കൊടുക്കുന്നതുകൊണ്ട് പല പ്രൊഡ്യൂസേഴ്സും ഇന്ന് അറിവില്ലായ്മ കൊണ്ടിട്ട് ഈ റൈറ്റ്സ് എന്താണ് സാറ്റലൈറ്റ് റൈറ്റ്സ് മീൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ അതിലാരും തന്നെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ ആയി നിയമം. അതായത് ഈ സാറ്റലൈറ്റ് റൈറ്റ്സിൽ ഇന്ന് VCD റൈറ്റ്സ്, DVD റൈറ്റ്സ്, മറ്റുള്ള പല ഇനി വരാൻ പോകുന്ന ലോകത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന തരത്തിലുള്ള ഇന്നോവേഷൻസിനുള്ള റൈറ്റ്സ് വരെയും ഇതിലാൽ വിൽക്കപ്പെടുന്നു. അത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സിനെ കബളിപ്പിക്കപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇന്ന് നിലവിലുള്ളത്. സൂപ്പർ താര ചിത്രങ്ങളുടെ ടെലികാസ്റ്റ് അവകാശത്തിനായി ചാനലുകൾ ഇന്ന് മത്സരിക്കുന്നു. സമീപകാലത്ത് ഏറ്റവും വലിയ സാറ്റലൈറ്റ് ബിസിനസ് നടന്നത് പഴശ്ശിരാജയ്ക്കാണ്. അഭൂതപൂർവമായ ഒരു തുകയ്ക്കാണ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ പ്രക്ഷേപണ അവകാശം ഒരു ചാനൽ വാങ്ങിയത്. ഗ്രാമങ്ങളിലുള്ള പല തിയേറ്ററുകളും പൂട്ടിപ്പോയിട്ടുണ്ട്. 1400 തിയേറ്ററിൽ നിന്നും 670 തിയേറ്ററിൽ വന്ന് നിൽക്കുകയാണ് നമ്മളിപ്പം. അപ്പം നമ്മുടെ വരുമാന സ്രോതസ് ശരിക്കും കുറഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ റവന്യൂ അന്ന് ഈ 6 ഇരട്ടി ഉണ്ടായിരുന്നത് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 3 ഇരട്ടിയാവുകയും പിന്നെ ഇപ്പോഴത്തെ ഒരു 5 കൊല്ലം മുമ്പ് അത് 1 ഇരട്ടിയും കൂടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പടം മെയിൻ സ്റ്റേഷനിൽ 3 കോടി രൂപ കളക്ട് ചെയ്താൽ അതിൻ്റെ ഒരു 50% പോലും പിന്നെ താഴോട്ട് കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ 3 കോടി രൂപ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളും കൂടെ ചേർത്ത് ഒരു 50 ലക്ഷം രൂപയെ വരുന്നുള്ളൂ. ഇന്ന് 21 സ്ഥലം എന്നുള്ളത് 70 സ്റ്റേഷനിലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അന്ന് 21 സ്റ്റേഷനിൽ റിലീസ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് 70 സ്റ്റേഷനിൽ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പം നമുക്ക് ഏറ്റവും വലിയ സഹായം എന്തെന്ന് വെച്ചാൽ ഈ സാറ്റലൈറ്റ് റൈറ്റിന് നല്ല വില നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ അത് ഞങ്ങളുടെ റവന്യൂ കണക്കാക്കുമ്പോൾ ഈ 3 കോടി രൂപ മെയിൻ സ്റ്റേഷനിൽ നിന്ന് വരികയാണ്. 1.5 കോടി രൂപ ഒരു നല്ല ഒരു താരത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിന് 1.5 കോടി മുതൽ 1.60 1.75 വരെ പോകുന്നുണ്ട് ഇപ്പം. അപ്പം ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ റവന്യൂ കണക്കാക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഈ താഴേക്കുള്ള തിയേറ്ററുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന റവന്യൂ ഇപ്പോൾ സാറ്റലൈറ്റ് റൈറ്റായിട്ടാണ് വരുന്നത്. ഞാനൊക്കെ 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞ പടം ഞാനന്ന് സാറ്റലൈറ്റ് റൈറ്റ് വിൽക്കുന്ന വെറും 10 ലക്ഷം രൂപയ്ക്കാണ്. അതൊരു പക്ഷേ ഇന്നായിരുന്നെങ്കിൽ എനിക്കത് 2 കോടി രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വളർച്ച ഭയങ്കരമാണ്. 96-ന് ശേഷം ആണ് ഇതിനുണ്ടായിരുന്ന വളർച്ച എന്ന് പറയുന്നത്. 96-ന് ശേഷം ആണ് ഈ ചാനൽ ഒക്കെ വന്നു തുടങ്ങിയത്. ആദ്യത്തെ ചാനൽ ഇവിടെ വന്നത് 96-ലാണ്. അതിനുശേഷം പല ചാനലുകൾ വന്നു. അപ്പോൾ ഈ ചാനൽ തമ്മിലുള്ള മത്സരം കാരണം നമുക്ക് വിലകൾ കൂടുതൽ കിട്ടിത്തുടങ്ങി. ഇനി കൂടുതൽ ചാനൽ വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് വില കൂടുതൽ കിട്ടും. നമ്മളിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരം പ്രസാദ് ലാബിലെ ടെലിസിനി മെഷീൻ മുമ്പിലാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഫിലിം കാണുന്നത് തിയേറ്ററിൽ പോയിട്ടാണ്. തിയേറ്ററിൽ ഫിലിമിൽ നിന്നാണ് സിനിമ നമ്മൾ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ TV ഫോർമാറ്റ് കാണണമെങ്കിൽ നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് TV യിൽ കാണാൻ പറ്റൂ. മാത്രമല്ല ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന നെഗറ്റീവ് നമുക്കിപ്പോൾ നെഗറ്റീവ് എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട്. കാരണം ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ റീഷൂട്ട് ചെയ്യേണ്ടി എല്ലാം വരും. അപ്പോൾ നമ്മളതിനെ DVയിൽ ആക്കി കൊടുക്കും. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് DVയിൽ ആക്കി കൊടുത്താണ് എഡിറ്റർ അത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് റഷസ് ചെയ്ത് കൊടുക്കാനും ഫൈനൽ പ്രിൻറ്റിനെ നമുക്കൊരു ഡിജിറ്റൽ ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ടെലിസിനി മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നെഗറ്റീവിൽ നിന്നാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെ ഗ്രേഡിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്ഷൻ എല്ലാം വേണ്ടി വരും. വീണ്ടും കളർ കറക്ഷൻ എല്ലാം ഒരു ക്യാമറാമാൻ്റെ സഹായത്തോടെ കളർ കറക്ഷൻ എല്ലാം വേണ്ടി വരും. ഫൈനൽ പ്രിൻ്റ് അതായത് പോസിറ്റീവിൽ നിന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1 ലൈറ്റ് കറക്ഷനിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇത് ആരി സ്കാൻ എന്ന് പറയുന്ന മെഷീനാണ്. ഈ മെഷീനിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവാണ്. നെഗറ്റീവ് ഇതിലൂടെ സ്കാൻ ചെയ്ത് ഇവിടെ ഇത് ഹാർഡ് ഡിസ്കിലേക്ക് റെക്കോർഡാവും. ഈ ഹാർഡ് ഡിസ്ക് ഇതിൽ എന്താണോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവിടെയുള്ള മോണിറ്ററിൽ അവർക്ക് കാണാം, അതിൽ കളർ കറക്റ്റ് ചെയ്യാം. ഇത് 16mm ഫിലിം സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇത് 35mm ഫിലിം സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇത് മദ്രാസ്, ചെന്നൈ നഗരത്തിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെൻ്റാണ്. ഇതിലിപ്പോൾ ഒരു 35mm ഫിലിമിൻ്റെ നെഗറ്റീവ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സ്പൂളിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇതിനുള്ളിൽ കൂടെ കടന്ന് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ ഇത് ഹാർഡ് ഡിസ്കിലേക്ക് സ്കാൻ ചെയ്തെടുക്കും. ഇത് കഴിഞ്ഞാൽ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മോണിറ്ററിൽ ഇതിൻ്റെ വിഷ്വൽ അവിടെയുള്ള ടെക്നീഷ്യന് മോണിറ്റർ ചെയ്യാൻ പറ്റും, അതിൽ കളർ കറക്ഷൻസ് ചെയ്യാനും പറ്റും. ആരി സ്കാൻ എന്നാണ് ഈ മെഷീൻ്റെ പേര്. ഈ ആരി എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മുടെ സിനിമയുടെ ക്യാമറകൾ നിർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി. ആരിയുടെ ഒരുപാട് ലക്ഷങ്ങൾ മുതൽ മുടക്ക് വേണ്ട മെഷീനാണ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. ഈ മെഷീനിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിം ഇവിടെ ഈ മോണിറ്ററിൽ കാണാം. ഇപ്പോൾ നമ്മളവിടെ കണ്ട മെഷീനിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പിക്ചറാണിത്. അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവാണ്, പക്ഷേ ഇവിടെ അതിൻ്റെ പോസിറ്റീവ് നമുക്ക് കാണാൻ പറ്റും. ഈ വിഷ്വലിൽ എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിലൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് ടെക്നീഷ്യന് അത് ചെയ്യാൻ പറ്റും. ഇത് ഗ്രേഡ് ചെയ്യാം, ഇതിൻ്റെ കളർ കറക്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്യാം. ഇത് ഇവിടെയുള്ള ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യപ്പെടുകയും ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യപ്പെടും. ഇത് ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടാണ് ഇവർ ഗ്രാഫിക്കലി അതിലുള്ള ജോലികൾ ചെയ്യുന്നത്. ചിലപ്പോൾ DIയിൽ പോയിട്ട് കളർ കറക്ഷൻസ് ചെയ്യുന്നതൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊരു വീഡിയോ ഫോമാറ്റിലാണുള്ളത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമാറ്റിലാണുള്ളത്. ഇതിനെ തിരിച്ച് നമ്മൾ സിനിമയിൽ തിയേറ്ററിൽ കാണുന്ന ഫിലിം ഫോർമാറ്റിലേക്ക് മാറ്റണം. ആ ഫിലിം ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് ഇവിടെയാണ്, ഈ മെഷീനിലാണ് ഫിലിം ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. ഇത് ജംബോ റീൽ എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ ചെയ്ത് കൊണ്ടുവന്ന അതിൽ നിന്ന് പുതിയ നെഗറ്റീവിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇവിടെ ഇതിന് റെക്കോർഡർ എന്നാണ് പറയുന്നത്. ഈ എന്താ പറയണ്ടത്, ഡിജിറ്റലി ചെയ്ത വർക്കിന് ഈ നെഗറ്റീവിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന മെഷീനാണ്. ഇത് ഇത്തരത്തിലുള്ള മെഷീനുകളിലെ ഏറ്റവും പുതിയ പതിപ്പാണ്, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. ഇത് ബോംബെയിലെ ഏതോ ഒരു സ്ഥലത്ത്, പിന്നെ മദ്രാസിൽ ഇവിടെയാണുള്ളത്. ഇത് ലോഡിംഗ് മാഗസിൻ, ഇതിലാണ് വർക്ക് ചെയ്ത ഫിലിം ഉണ്ടാവുക. ഇത് ടേക്കപ്പ് മാഗസീനാണ്, അത് ലോഡ് ചെയ്യും. ഇനി ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചെയ്ത വർക്കുകൾ ഇതിനകത്തുള്ള ഫിലിമിലേക്ക് റെക്കോർഡാവും. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ടെലിസിനി എന്ന് പറയും. അതിൻ്റെ ഒരു പ്രാഥമികമായ ടേമിൽ അതിനെ റിവേഴ്സ് ടെലിസിനി എന്ന് പറയും. അതായത് ഫിലിമിൽ നിന്ന് നമ്മൾ വീഡിയോ ഫോമാറ്റിലേക്ക് മാറ്റുന്നതിന് ടെലിസിനി എന്ന് പറയും. ഈ ഡിജിറ്റൽ ഫോമാറ്റിൽ നിന്ന് തിരിച്ച് ഫിലിമിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് റിവേഴ്സ് ടെലിസിനി എന്ന് പറയും. ആ പ്രോസസ്സിങ് നടക്കുന്ന മെഷീനാണ് ഇത്. റെക്കോർഡറാണ്. ആരി കമ്പനിയുടെ തന്നെയാണ് ഈ മെഷീനും. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. ഇത് തിരുവനന്തപുരത്തെ പ്രസാദ് ലാബിൻ്റെ തിയേറ്ററാണ്. ഈ തിയേറ്ററിന് പ്രിവ്യൂ തിയേറ്റർ എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ കോപ്പി ചെക്കിംഗ് തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സംവിധായകരും, വലിയ വലിയ സംവിധായകരും ക്യാമറാമാൻമാരും ഒക്കെ ഇവിടെയാണ് നെഞ്ചെടുപ്പോട് കൂടിയിട്ട് തങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് കോപ്പി കാണുന്നത്. ഇവിടെ വന്ന് ഇരിക്കുമ്പോഴാണ് നെഞ്ചെടുപ്പോട് കൂടി ഞങ്ങൾ വർക്ക് ചെയ്ത, നമ്മൾ സ്വപ്നം കണ്ട നിറങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന
തിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ തിയേറ്ററിന് ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റിയും ഏറ്റവും നല്ല വിഷ്വൽ ക്വാളിറ്റിയും ഉണ്ടാവണം, എന്നാലേ ഇത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ കാണാറുള്ള DTSഉം സൗണ്ട് സിസ്റ്റവും ഡോൾബി ഡോൾബി ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം ഒക്കെ ആയിട്ട് എക്വിപ്ഡ് ആയിട്ടുള്ളൊരു തിയേറ്ററാണിത്. ഈ തിയേറ്റർ നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു തിയേറ്ററിനും സൗണ്ട് സൈഡിൽ ഈ ക്വാളിറ്റി അല്ലെങ്കിൽ വിഷ്വൽ സൈഡിൽ ഈ ക്വാളിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു തിയേറ്ററാണ്.